നൂറുകണക്കിന് ധ്യാനങ്ങൾ, ഏകദിന കൺവെൻഷനുകൾ, എത്രയോ വചനങ്ങൾ ഓൺലൈനിലും അല്ലാതെയൊക്കെ നമ്മൾ കേൾക്കുന്നു, എത്രയോ വചനങ്ങൾ നമ്മൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവിനെ വിശ്വസിക്കാത്ത ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. ധ്യാനം കൂടുന്നവർ പോലും അത്ര വലുതായിട്ട് വിശ്വസിക്കുന്നില്ല. ഇതിങ്ങനെ ഉറക്കെ ഹല്ലേലൂയ പറയും, വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും, പക്ഷേ ഹൃദയത്തിന്റെ ആഴത്തിൽ വിശ്വസിക്കുന്നില്ല. കർത്താവേ, ഇനി നീ ഒരു അടയാളം പ്രവർത്തിച്ചാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് കർത്താവിനെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്ന ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിലുണ്ട്. ഒത്തിരി ധ്യാനം കൂടി ഒരു ആത്മീയ തഴമ്പൊക്കെ പിടിച്ച് ഇനിയും അടയാളം കാണണമെന്ന് പറഞ്ഞ് ഓടി ഓടി നടക്കുകയാണ്. യഹൂദർ ഇതെല്ലാം കണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് പിന്നെ ചോദിച്ചു, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ ഇനി നീ എന്ത് അടയാളമാണ് പ്രവർത്തിക്കുക? 12,000 വർഷം മുമ്പ് കേട്ടൊരു ചോദ്യമല്ല. ഇന്നും ഈശോ ഇന്ന് ഈ ബലിപീഠത്തിൽ ഇറങ്ങി വന്നിട്ടും ഇന്നും ഈശോയുടെ ആ ചൂട് ഏറ്റവും അടുത്ത് അനുഭവിച്ച ക്രൈസ്തവർ പോലും പിന്നെയും അടയാളത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. കർത്താവ് അത് പ്രവർത്തിക്കട്ടെ, പ്രവർത്തിച്ചാൽ വിശ്വസിക്കാം. ഈ കടം മാറിയാൽ ഞാൻ വിശ്വസിക്കാം. ഈ കുഞ്ഞുണ്ടായി ഞാൻ വിശ്വസിക്കാം. ജോലി കിട്ടട്ടെ, പുറത്തു പോകാൻ പറ്റട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. അന്ന് യഹൂദർ ചോദിച്ചതുപോലെ ഇന്നും നമ്മൾ കർത്താവിനെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടയാളങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. അഗ്നിയിൽ കണ്ടു, വചനത്തിൽ കണ്ടു, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം തന്നു. എന്നിട്ടും വിശ്വസിക്കാൻ തയ്യാറാവാതെ അടയാളം തേടി നടക്കുന്ന ആ ജനത്തിന്റെ മുമ്പിലേക്ക് ഈശോ ഇതാ ഇന്ന് നിങ്ങൾ ബലിയർപ്പിച്ചു, നാളെ പരിശുദ്ധ ബലിയർപ്പിക്കും. ഈശോ തന്റെ ഏറ്റവും വലിയ അടയാളം കാണിച്ചു. സ്വർഗത്തിൽ നിന്നൊരു മന്ന, ഒരപ്പം നിങ്ങൾക്ക് കിട്ടി. ആ അപ്പം ജീവൻ നൽകുന്ന അപ്പം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ അടയാളം കർത്താവ് നമുക്ക് കാണിച്ചു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ആ അടയാളത്തെ നമ്മൾ അപ്പം നല്ല വിളിക്കുക, അടയാളത്തെ നമ്മൾ വിളിക്കുക ഈശോയുടെ നിത്യ സാന്നിധ്യം, ജീവനുള്ള സാന്നിധ്യം, വിശുദ്ധ കുർബാന. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് സ്വീകരിച്ചത് നാളെ നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് സ്വീകരിക്കാൻ പോകുന്നത് അപ്പമാണോ ഈശോയാണോ? ഈശോയോട് നിങ്ങൾ മറ്റൊരു അടയാളത്തിന് വേണ്ടി ചോദിക്കരുത്. അച്ഛൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കണം. തലച്ചോറിലേക്കല്ല, ഓർമ്മകളിലേക്കല്ല, ഒരറിവിലേക്കല്ല. ഇത് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് ഇനി ഒരു അടയാളം പോലും ചോദിക്കാനില്ലാതെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഈശോ നിങ്ങളുടെ കൂടെയുണ്ടെന്ന്, ദൈവം അകലെയല്ലെന്ന്, നിന്നെ രക്ഷിച്ചു, പേര് ചൊല്ലി വിളിച്ചു, പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ കുർബാന. അതിനേക്കാൾ വലിയൊരു അടയാളം ഇനി ഈശോയ്ക്ക് നമുക്ക് തരാനില്ല.